ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പം ഞാനിന്ന് വന്നിട്ടുള്ളത് ഒരു പർപ്പിൾ അൺബോക്സിങ് വീഡിയോ ആയിട്ടാണ് കേട്ടോ. അപ്പം ഞാൻ ഒരു 5 പ്രോഡക്റ്റ് പർപ്പിളിൽ നിന്ന് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഓൾറെഡി ഞാനിത് വാങ്ങിച്ച ശേഷം അൺബോക്സ് ഒക്കെ ചെയ്ത് എന്താണെന്ന് വെച്ചാൽ ഒരു ലിപ്സ്റ്റിക്ക് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ഷെയ്ഡൊക്കെ നോക്കാൻ എനിക്കൊരു ഭയങ്കര ക്യൂരിയോസിറ്റി. അപ്പോൾ ഞാൻ ഓൾറെഡി അൺബോക്സ് ചെയ്തു. പിന്നെ എല്ലാവരും ഇപ്പോൾ അൺബോക്സ് ഒക്കെ ഓൾറെഡി ചെയ്യാറുണ്ടല്ലോ. പിന്നെ ഫ്രീ ഗിഫ്റ്റ് ഇതിൻ്റെ കൂടെ കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതും അറിയാനുള്ള ഒരു ആകാംക്ഷയിൽ ഞാൻ എല്ലാം ഒന്ന് ഓപ്പൺ ആക്കി നോക്കിയതാണ്. എന്തൊക്കെയാണ് വാങ്ങിച്ചതെന്നുള്ളത് കാണിച്ചു തരാം കേട്ടോ. ബോക്സിൻ്റെ ഉള്ളിൽ ഓരോ പ്രോഡക്റ്റും നന്നായിട്ട് കവർ ചെയ്ത് പേപ്പർ കൊണ്ട് കവർ ചെയ്തിട്ടൊക്കെയാണ് കേട്ടോ, നീറ്റായിട്ടാണ് വന്നിട്ടുള്ളത്. പക്ഷേ ഞാൻ ഓൾറെഡി എടുത്തുകൊണ്ടാണ് കേട്ടോ ഇപ്പം ഇങ്ങനെ ഇരിക്കുന്നത്. ഫസ്റ്റത്തെ 2 എണ്ണം ഫ്രീ ഗിഫ്റ്റാണ്. അപ്പോൾ അത് ഞാൻ ലാസ്റ്റ് എന്താണെന്ന് കാണിച്ചു തരാം കേട്ടോ. ഫസ്റ്റത്തെ ഈ ലിപ്സ്റ്റിക്കാണ്. ഇത് ഞാൻ ഓൾറെഡി കവറൊക്കെ പൊട്ടിച്ചതാണ്. കുറച്ച് കാലമായിട്ട് ഞാൻ ബ്രൗൺ ലിപ്സ്റ്റിക്ക് തപ്പിയിട്ടാണ് ഈ ഒരു ലിപ്സ്റ്റിക്ക് വാങ്ങിച്ചിട്ടുള്ളത്. ഫേസസ് കാനഡയുടെ കോംഫി മാറ്റ് വൗ ലിപ്സ്റ്റിക്കാണ് കേട്ടോ വാങ്ങിച്ചിട്ടുള്ളത്. ലിക്വിഡ് മാറ്റ് ലിപ്സ്റ്റിക്കാണ്. അത് നല്ലൊരു ബ്രൗൺ ഷെയ്ഡല്ല, കുറച്ചൊരു പിങ്ക് ഒരു ഷെയ്ഡും കൂടി മിക്സ്ഡ് ആണ് കേട്ടോ. പക്ഷേ എനിക്കിഷ്ടമായി. പക്ഷേ ഞാൻ നല്ല ബ്രൗൺ ആണ് വാങ്ങിക്കാനിരുന്നത്. പക്ഷേ ഈ ഒരു കളറും എനിക്കിഷ്ടമായി കേട്ടോ. രണ്ടാമത് ഞാൻ വാങ്ങിച്ചിട്ടുള്ളത് ഒരു ലിപ്പ് ലൈനറാണ്. കുറച്ച് കാലമായിട്ട് ഞാൻ ലിപ്പ് ലൈനർ തീരെ യൂസ് ആക്കാറില്ല. പണ്ടൊക്കെ ഉപയോഗിക്കാറുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഇത് വാങ്ങിച്ചത്. നല്ല ബ്രൗൺ ഷെയ്ഡാണ് ഞാൻ ഉദ്ദേശിച്ചത്. പക്ഷേ കുറച്ച് ലൈറ്റായിട്ടാണ് വന്നിട്ടുള്ളത്. എന്നാലും അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റിയ ഒരു ബ്രൗൺ കളറാണ് കേട്ടോ. ഈ ലിപ്പ് ലൈനറിൻ്റെ റേറ്റ് 67 അങ്ങനെയാണ് കേട്ടോ വന്നിട്ടുള്ളത്. പിന്നെ ആ ഒരു ലിപ്സ്റ്റിക്കിൻ്റെ റേറ്റ് ആണെങ്കിൽ 250 ആ ഒരു റേഞ്ചിലാണ് കേട്ടോ വന്നിട്ടുള്ളത്. നെക്സ്റ്റ് ഞാൻ വാങ്ങിച്ചത് ഗുഡ് വൈബ്സിൻ്റെ ബീട്രൂട്ട് ലിപ് ബാമാണ് കേട്ടോ. നല്ല നാച്ചുറൽ ആയിട്ടുള്ള ലിപ് ബാമാണ്. പക്ഷേ അത് നല്ല ടിൻറ്റഡ് ആണ് കേട്ടോ. നല്ലൊരു കളറുണ്ട് ഇത് ഉപയോഗിച്ച് കഴിഞ്ഞാൽ. പക്ഷേ ഞാൻ ഇത്രയും ഒരു കളർ ഉണ്ടാവുമെന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നില്ല. പക്ഷേ എനിക്കിഷ്ടമായി കേട്ടോ. നമുക്ക് ലിപ്സ്റ്റിക്കിൻ്റെ ആവശ്യമൊന്നുമില്ല, ഇത് ഇട്ടാലും മതി കേട്ടോ. ഇതിൻ്റെ റേറ്റ് വന്നിട്ടുള്ളത് 156 അങ്ങനെയാണ് കേട്ടോ. നെക്സ്റ്റ് ഞാൻ വാങ്ങിച്ചിട്ടുള്ളത് ഡേംടോക്കിൻ്റെ ഫേസ് സെറാണ് കേട്ടോ. 2% കോജിക് ആസിഡ് ഉള്ള സെറാണ്. ടാർഗറ്റഡ് ഡാർക്ക് സ്പോട്ട് ആൻഡ് പിഗ്മെൻറ്റേഷൻ എന്ന് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഓൾ സ്കിൻ ടൈപ്പിനും പറ്റുന്നതാണ് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ആദ്യം ഞാൻ വോവിൻ്റെ ഒരു ഫേസ് സെറാണ് യൂസ് ആക്കിയിട്ടുണ്ടായിരുന്നത്. അതെനിക്ക് നല്ല യൂസ്ഫുൾ ആയിരുന്നു കേട്ടോ. പിഗ്മെൻറ്റേഷനും ആക്നിയും ഒക്കെ പോയിട്ടുണ്ടായിരുന്നു. പക്ഷേ അത് കുറച്ച് 500ൻ്റെ മേലേക്കൊക്കെ റേറ്റ് പോകുന്നത് കൊണ്ടാണ് ഞാനിപ്പോൾ ഡേംടോക്കിൻ്റെ ട്രൈ ചെയ്യാമെന്ന് വിചാരിച്ചത് കേട്ടോ. ഇതിൻ്റെ റേറ്റ് വന്നിട്ടുള്ളത് 270 സംതിങ് ആണ് കേട്ടോ വന്നിട്ടുള്ളത്. അപ്പോൾ ഇതൊന്ന് യൂസ് ചെയ്തിട്ട് റിസൾട്ട് എന്താണെന്ന് നോക്കട്ടെ. അപ്പോൾ നെക്സ്റ്റ് ഇതാ ബില്ലാണ് കൊടുത്തിട്ടുള്ളത് കേട്ടോ. 1037 രൂപയാണ് മൊത്തം ബില്ല് വന്നിട്ടുള്ളത്. ലാസ്റ്റ് ഞാൻ വാങ്ങിച്ചിട്ടുള്ളത് ഒരു മോയ്സ്ചറൈസറാണ്. ഓയിൽ ഫ്രീ ഡെയിലി ഫേസ് മോയ്സ്ചറൈസർ എന്ന് കൊടുത്തിട്ടുണ്ട്. ഡെർമാക്കോൻ്റെ പ്രോഡക്റ്റാണ് കേട്ടോ വാങ്ങിച്ചിട്ടുള്ളത്. ഇത് ഞാൻ ആദ്യമായിട്ട് വാങ്ങിക്കുകയാണ്. ഇത് നോൺ ഗ്രീസിയാണ്, ഹൈഡ്രേറ്റഡ് സ്കിൻ എന്നൊക്കെ കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇതിൽ മെയിനായിട്ട് ഹൈറോളോണിക് ആസിഡ്, സെറമൈഡ്സ്, മൾട്ടി വിറ്റമിൻസ് എന്നൊക്കെ കൊടുത്തിട്ടുണ്ട്. ഫ്രാഗ്രൻസ് ഫ്രീ ആണ്. അപ്പോൾ ഇത് ഞാൻ ആദ്യമായിട്ട് ട്രൈ ചെയ്ത് നോക്കുകയാണ്. ഇതിൻ്റെ മുന്നേ വൗവിൻ്റെ പ്രോഡക്റ്റ് തന്നെയാണ് യൂസ് ആക്കിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇത് ഉപയോഗിച്ച ശേഷം മാത്രമേ എന്താണ് ഓക്കെ ആണോ എൻ്റെ സ്കിന്നിന് പറ്റുമോ എന്നുള്ളതൊന്നും എനിക്കറിയില്ല. അപ്പോൾ അടുത്തതായിട്ട് ഞാൻ ഫ്രീ ഗിഫ്റ്റൊക്കെ എന്താണെന്ന് പറഞ്ഞുതരാം കേട്ടോ. അപ്പോൾ ഫസ്റ്റ് വന്നിട്ടുള്ളത് ഈ ഒരു മാമാ-എർത്തിൻ്റെ സോപ്പാണ്. അപ്പോൾ 5 ഫ്രീ ഗിഫ്റ്റിൻ്റെ 5 എണ്ണം ഉണ്ടാകും. അതിൽ നിന്ന് നമുക്ക് ഇഷ്ടമുള്ളത് സെലക്ട് ചെയ്യാം കേട്ടോ. അപ്പോൾ ഞാൻ സെലക്ട് ചെയ്തത് ഈ ഒരു സോപ്പാണ്. ഇതൊരു സോപ്പ് 25 ഗ്രാമാണ് കേട്ടോ വരുന്നത്. അപ്പോൾ എനിക്കിത് വെർത്തായിട്ട് തോന്നി. പിന്നെ ഇത് വൈറ്റമിൻ സി സോപ്പാണ്, നാച്ചുറലാണ്. മാമാ-എർത്തിൻ്റെ പ്രൊഡക്റ്റ് ആയതുകൊണ്ട് നാച്ചുറൽ ആയിരിക്കുമല്ലോ. അപ്പോൾ രണ്ടാമതും ഇതുപോലത്തെ ഒരു മാമാ-എർത്തിൻ്റെ മുൾട്ടാനി മിട്ടീൻ്റെ സോപ്പ് തന്നെയാണ് കേട്ടോ. ഇതിലും അതുപോലെ 4 സോപ്പുണ്ട്. അപ്പോൾ ഇത് നമുക്ക് ഫേസ് മാസ്കും ഈ ഒരു സോപ്പുമാണ് ഓപ്ഷനിൽ ഉണ്ടായിരുന്നത്. അപ്പോൾ ഞാൻ സോപ്പാണ് സെലക്ട് ചെയ്തത് കേട്ടോ. ഫേസ് മാസ്ക് ഞാൻ യൂസ് ചെയ്യാത്തത് കൊണ്ടാണ് കേട്ടോ സോപ്പ് തന്നെ സെലക്ട് ചെയ്തിട്ടുണ്ടായിരുന്നത്. ലാസ്റ്റത്തെ ഒരു ഫ്രീ ഗിഫ്റ്റ് വന്നിട്ടുള്ളത് ഫേസ് വാഷാണ് കേട്ടോ. മാമാ-എർത്തിൻ്റെ റൈസ് ഫേസ് വാഷാണ് വന്നിട്ടുള്ളത്. ഇത് ഓൾ സ്കിൻ ടൈപ്പിനും സ്യൂട്ടബിൾ ആണ് കേട്ടോ. അത് നേരത്തെ തന്നെ ഞാൻ യൂസ് ചെയ്തിട്ടുള്ളതാണ്. ഇപ്പോൾ ഇത് വന്നിട്ടുള്ളത് ഒരു 20 ഗ്രാമിൻ്റെ ചെറിയൊരു പാക്കാണ് ഫ്രീ ഗിഫ്റ്റായിട്ട് കിട്ടിയിട്ടുള്ളത്. ഫ്രീ ഗിഫ്റ്റൊക്കെ കിട്ടിയപ്പോൾ തന്നെ ഞാൻ ഹാപ്പി ആയിട്ടുണ്ടായിരുന്നു. പർപ്പിൾ എന്നുള്ള ഈ ഒരു പർച്ചേസ് എനിക്ക് നല്ല ഇഷ്ടമായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ മറ്റൊരു വീഡിയോ കാണുന്നവരെ ടാറ്റാ.